ഹായ് മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലൻഡിലെ ഗണേശ ചതുർത്ഥീൻ്റെ ആഘോഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ഭയങ്കര ആഘോഷമാണ്, പക്ഷേ തായ്ലൻഡിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയൊരു കമ്പനി നടക്കുന്ന ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഫുള്ളായി. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണുക. ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള പരിപാടികൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, തായ്ലൻഡിലെ ഗണേശ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കമ്പനിയിൽ നടക്കുന്ന ചെറിയൊരു പരിപാടിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. തായ്ലൻഡിലെ ഗണപതിയും തായ്ലൻഡിലെ ജനങ്ങളും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഒരു ഗണേശൻ്റെ പ്രതിമ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു കമ്പനി നടക്കുന്ന ഒരു പൂജയാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പൂജാ സാധനങ്ങൾ സെറ്റ് ചെയ്ത് പൂജാരിൽ വന്നിട്ടുണ്ട്. കണ്ടോ, കുറേ ഇന്ത്യക്കാരും എല്ലാം തന്നെ ഈ ഒരു സംഭവത്തിനുണ്ടോ. ഇന്ത്യയിൽ നിന്ന് വന്ന കുറച്ച് പൂജാരിമാരെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരുടെ ഇരുന്നിട്ടുണ്ടോ. ഗണേശ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് 2 തരത്തിലുള്ള പൂജാ കർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ കുറേ പൂജാ സാധനങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് തായ്ലൻഡിൻ്റെ ഭാഗമായിട്ടുള്ള പൂജാ സാധനങ്ങളാണ്. എന്നാൽ പിന്നെ ഇവിടെ കുറേ ഇന്ത്യൻ പൂജാരികൾ ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവരുടേതായ രീതിയിലുള്ള ഇന്ത്യൻ ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളും നമുക്കിവിടെ കാണാം. തായ്ലൻഡിലെ ജനങ്ങൾ ഗണേശ ചതുർത്ഥി ആഘോഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് സാധാരണ നല്ലൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല വെൽത്തിന് വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടാണ് അവരെ ഗണേശനെ പ്രീതിപ്പെടുത്തുന്നത്. ഈ ഒരു കമ്പനീൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗണേശൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യം കണ്ടത് തായ്ലൻഡിലെ ഗണേശ ഫെസ്റ്റിവലിൻ്റെ പ്രോഗ്രാമായിരുന്നു. ഇനി ഇന്ത്യൻ പൂജാ കർമ്മങ്ങളിൽ വരാനുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ഉണ്ടോ പൂജ ഉണ്ട്. ഗണപതി നമ്മുടെ നാട്ടിലെ ഗണപതി ഹോമത്തിൻ്റെ പോലെ തന്നെ എന്തൊരു സംഭവമാണ് ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ ചെറിയൊരു വേറൊരു അമ്പലം പോലത്തെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് എന്തോ പ്രോഗ്രാമോ കാര്യങ്ങൾ നടക്കുന്നത്. കുറേ ഇന്ത്യൻ ആൾക്കാരുടെ വന്നിട്ട് പൂജ നടക്കേണ്ട പരിപാടി ഉണ്ടോ. ഇവിടെ ചെറിയൊരു അമ്പലം പോലെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. ഇവിടെ എന്തെല്ലോ പൂജേൻ്റെ സംഭവങ്ങളുണ്ടോ. പക്ഷെ ഗണേശൻ്റെ ഇവിടെയുണ്ട്. ഗണേശൻ്റെ ഇവിടെ ഇതെവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയുണ്ട് ഗണേശൻ്റെ പ്രതിമ ഉണ്ട് കേട്ടോ. ഗണേശൻ്റെ ഒരു ചെറിയ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഗണേശ പ്രതിമകൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ചെറുതും വലുതായിട്ട് അടിപൊളി അല്ലേ. നമ്മുടെ ദുർവാസാവ് മഷി അതുകൊണ്ട് ഇത്. പിന്നെ നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ഈ ഒരു ഗണേശൻ്റെ പ്രതിമയാണ് നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അത് അടിപൊളിയല്ലേ. നമ്മളെ നാട്ടിലെ വീട്ടിൽക്കൂടലിനെല്ലാം ഗണപതി ഹോമം നടക്കില്ല. അതേപോലെ തന്നെ എന്തോ ഒരു ഗണപതി ഹോമത്തിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. തായ്ലൻഡിലെ വളരെ ലോക്കലായ നമ്മുടെ കമ്പനീൻ്റെ അടുത്തുള്ള ഒരു ഗണപതി എന്താ പറയുക ഗണേശ ചതുർത്ഥീൻ്റെ ചെറിയൊരു പരിപാടിയാണ് ഇപ്പം നടക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ചെറിയൊരു 6 മണിക്ക് നമ്മുടെ അമ്പലത്തിലുള്ള വിളക്കത്തിക്കലും പൂജയിലും ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എന്താ പറയുക ശാന്തിയും കുറേ എല്ലാം തായ്ക്കാരാണ്. കുറച്ച് ഇന്ത്യൻസ് ഇവിടുന്ന് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അവരുടെ പ്രോഗ്രാം എന്തോ പാട്ടോ പരിപാടികളിലുണ്ട്. എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും. നമുക്ക് നോക്കാം എന്താ സംഭവം. കണ്ടോ, ഇതൊരു ചെറിയൊരു കമ്പനിയാണ് കേട്ടോ. ഇതൊരു കമ്പനീൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ഗണേശ ഫെസ്റ്റിവലിൻ്റെ ചെറിയൊരു പ്രോഗ്രാമുണ്ടോ. ഇതായാലും ഞാൻ തായ്ലൻഡ് 10 വർഷം വന്നിട്ട് ഇങ്ങനെ ഒരു ആചാരം ഞാൻ എവിടെയും കണ്ടു. ഗണേശ ഫെസ്റ്റിവലിൽ ബാങ്കോക്ക് സൈഡിലെല്ലാം കാണാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വളരെ എന്താ പറയുക വളരെ ഉള്ളോട്ടുള്ള ഒരു കമ്പനിയിൽ ഗണേശ ഫെസ്റ്റിവൽ നടക്കുന്ന സംഭവം. ഈ ഗണേശ ഫെസ്റ്റിവലിനെ പറ്റി പറയുകയാണെങ്കിൽ തായ്ലൻഡും ഗണേശനും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതായത് തായ്ലൻഡിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ലോഗോ തന്നെ ഗണേശൻ്റെ ലോഗോയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വെൽത്തും എന്താ പറയുക ട്രഡീഷണലായിട്ടും അവരുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലും എല്ലാം തന്നെ നല്ലൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഗണേശനെ പ്രാർത്ഥിക്കുന്നൊരു സംഭവം തന്നെ തായ്ലൻഡിൽ നമുക്ക് കാണാൻ പറ്റും. എഡ്യൂക്കേഷൻ സംഭവമായ കാര്യങ്ങൾക്കും എല്ലാ ഗ്രോത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഗണേശ കാണിക്കുക. ഇത് നമ്മുടെ കമ്പനി വീട്ടിനടുത്തുള്ള ഒരു പെണ്ണുകളാണ്. അവരിങ്ങനെ എന്തോ ഒരു പൂജാ സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഗണേശൻ്റെ പ്രതിമയും മറ്റുള്ള ഇന്ത്യൻ ഗോഡ്സിൻ്റെ പ്രതിമകളിൽ അവിടെ വെക്കുന്നുണ്ട്. അവിടെ പൂവും കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. കാരണം തായ്ലൻഡിലെ ട്രഡീഷണലായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാഴ്ചകളായിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിടുന്ന ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും ഭക്ഷണത്തിൻ്റെ പരിപാടിയിൽ അവിടെ കാണുന്നുണ്ട്.
നമുക്ക് നോക്കാം എന്താണ് തായ്ലൻഡിൽ ഗണേശ ചതുർത്ഥി നമ്മുടെ നാട്ടിലെ ഗണേശ ചതുർത്ഥി തമ്മിൽ വ്യത്യാസങ്ങൾ. സതികไม่กินไม่ใช่หมูเรากินเจโอเคได้อันนี้ใช่ไหมมังสวิรัตินั่นเนี่ยพวกนี้ก็อัปปังก็กินได้เธอก็กินได้กับอินเดียโอเคครับกินได้นะกับไปกินเนื้อไม่มีหมูโอเคไม่เป็นไรโอเคไม่มีหมูกับഅപ്പോൾ അവിടെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്താ പൂജ തുടങ്ങുന്ന കണ്ട മുന്നേ അവിടെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. കാരണം ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് എന്താ പൂജയ്ക്ക് വേണ്ടി വന്നിരുന്നു. അപ്പോൾ അവരും അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കേട്ടോ, അതായത് എവിടെയാണ് അവരൊക്കെ ഭക്ഷണം ഇവിടെ ഇവർ ഫ്രീ ആയിട്ട് ഫുഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് എന്താ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വെജിറ്റേറിയൻ ഫുഡാണ് ഇവരുടെ കൊടുക്കുന്നത്. കണ്ടോ, നമുക്കിടുന്ന് അവരെ ടീം കിടന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മേപ്പില്ല ഇതാണ് നമ്മളെ വീടിൻ്റെ അടുത്തിൽ ജയാണ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താ ഇത് ചെറിയൊരു ഗണേശൻ്റെ ചെറിയൊരു അമ്പലം നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു സ്മോൾ അമ്പലം, ചെറിയ അമ്പലം, ഗണേശൻ്റെ കുറേ പ്രതിമകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവർ ഗണേശ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അവർ മറ്റുള്ള പൂക്കളും മറ്റുള്ള പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കുന്നതിനെ കാഴ്ച നമ്മൾ കാണിക്കാൻ പറ്റും. ഇവിടുത്തെ നമ്മുടെ ഈ ഒരു നാട്ടുകാർ തന്നെയാണ് ഈ പരിപാടി, ഈ ഒരു കമ്പനീൻ്റെ ആൾക്കാർ തന്നെയാണ് ഈ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നത്. നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടിയിട്ട് താമരേൻ്റെ പൂവും എന്താ മുന്തിരിങ്ങയും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും പരിപാടികൾ നമുക്ക് കാണാൻ തരും. അപ്പുറത്തെ ഒരു ഇന്ത്യക്കാരനാട്ടോ വന്നിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ട്. ഇവർ ആ പൂജേൻ്റെ ഭാഗമായിട്ട് റൈസിന് ഇങ്ങനെ കളറെല്ലാം ചെയ്തിട്ട് പലതരത്തിലുള്ള സെയിം റൈസ് തന്നെ പലതരത്തിലുള്ള കളേഴ്സ് ചെയ്തിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ട് ഗണേശൻ്റെയും ലക്ഷ്മീൻ്റെ എന്തോ പ്രതിമയാണ് അവിടെ വെച്ചിരിക്കുന്നുണ്ട്. കുറേ ഒരുപാട് റൈസുകൾ നമുക്കിവിടെ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ പറ്റും. തായ്ക്കാറ് ഇത് കണ്ട അപ്പുറത്ത് ഒരുപാട് താമരേൻ്റെ ഇതെല്ലാം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ട് നമുക്ക് കാണാം. ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മളെ തായ്ലൻഡിലെ പൂജാരി സതിക. യൂട്യൂബ് ഞാൻ ഇവർ ചെയ്യുന്ന ഈ ഗണേശ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന എന്തോ പൂജേൻ്റെ സംഭവങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ. ഇത് നല്ല രസത്തിൽ അവരെന്തെല്ലോ പരിപാടി ചെയ്യുന്നുണ്ട്. ഇവരുടെ സെറ്റാക്കിയിടണേ ഇന്ത്യൻ പൂജാരികൾ നല്ല അടിപൊളിയായിട്ടത് സൂപ്പർ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം എന്തോ പാട്ടും മറ്റുള്ള പരിപാടികൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് കേട്ടോ. അവർ പ്രോഗ്രാമിൻ്റെ എന്തെല്ലോ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കണ്ടോ, നല്ലൊരു വൈബാണ് കേട്ടോ. അന്നേരത്ത് നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ പ്രോഗ്രാമെല്ലാം പോയപ്പോൾ ഇതെല്ലാം കമ്പനീൻ്റെ ആൾക്കാരും അവിടുത്തെ പൂജാരികളും. ശരിക്കും നമ്മളെ നാട്ടിലെ ഗണപതി ഹോമം നടക്കുന്ന അതേപോലെ തന്നെ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഗംഭീരമായൊരു കാഴ്ചയുണ്ടോ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പൂജ എങ്ങനെയായിരിക്കും എന്നെ കാണാൻ വേണ്ടിയിട്ട്. നോക്കാം, ഗംഭീരമായ കാഴ്ചയായിരിക്കും എന്തായാലും. ഇവിടുത്തെ തായ്ലൻഡിലെ ശാന്തി ഈ സംഭവങ്ങളിലും പഠിക്കുകയാണ് സത്യം പറഞ്ഞത്. പുള്ളി എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ ഇന്ത്യൻ പൂജാരികൾ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ എനിക്ക് പഠിക്കണം എന്നിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്
പൈസ കൊടുത്തിട്ടാണല്ലോ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ വരുത്തിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാമല്ലോ. ഫിനിഷ് ഫൈനൽ ചമേ സോൺ ഫൈനൽ. അപ്പോൾ നമ്മളെല്ലാം ഇവർ അടുത്ത് ഇവിടെ എന്നാ എത്തിച്ചിട്ടുണ്ട്. ഇവരെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ നമോസ്തുതേ നാരായണി നമോസ്തുതേ. बोलो गणपति बाप्पा मोरया, मंगल मूर्ति मोरया, बोलो श्री गजानन भगवान की जय। हे माय मेरी सचिया जोता वाली माता जी तेरी सदा ही जय। ओम श्री गणेशाय सविता नमः शिवाय। पुंडरीकाच्च पुनातो ओम दीयते लक्ष्मी च पत्न्या बहुरात्रे पार्श्वे नक्षत्राणि रूपमतिनौ व्यातं इतन्निगाणमुम् पार्थसाधिके शरणे त्र्यंबके गौरी नारायणी नमोस्तुते सर्वदा सर्वकार्येषु नाशिते साममङ्गलम्। मया हितानि पुष्पाणि पूजार्थं प्रतिगृह्यताम्। नमामि विष्णुं शिरसा चतुर्भुजं नीलाम्बुजश्यामलकोमलाङ्गं सीतासमारोपितवामभागं पाणौ नमामि रामं रघुवंशनाथम् अतुलितबलिधामं हेमशैलावलेहं तनुजवनविषाणुं ज्ञानिनामग्रगण्यं देवताभ्यो नमः स्वाहा, राम देवताभ्यो नमः स्वाहा, स्थान देवताभ्यो नमः स्वाहा, सर्वेभ्यो देवेभ्यो नमः स्वाहा। ओम सिद्धि बुद्धि सहिताय श्रीमन्महागणाधिपतये नमः स्वाहा। एक लड्डू ले आया पानी पत्ता पे ना है, खत्म हो गया। വളരെ വ്യത്യസ്തമായൊരു എന്താ പറയുക വെറൈറ്റി ആയിട്ടൊരു കാഴ്ചയായിരുന്നു. കുറേ കാലം തായ്ലൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു ഗണപതി ഹോമം നടത്തിയതിനു ശേഷം അതിന് ഹോമ കുണ്ടത്തിന് ചുറ്റും തായ്ക്കാരും ഇന്ത്യൻകാരും എല്ലാവരും കൂടി ഒരുമിച്ച് നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നേരെ ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലെ നമ്മുടെ ചെറിയൊരു പൂജാ റൂമിൽ ഗണപതിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു അപ്പവും കുറച്ച് മാലയിലിട്ടിട്ട് ഗണപതി പൂജ നടത്തി. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ.